സ്വകാര്യ ബസ് സമരം പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ കെഎസ്ആർടിസിയുടെ മുഴുവൻ ബസ്സുകളും സർവീസിനിറക്കാൻ കെഎസ്ആർടിസി സർക്കുലർ. ആശുപത്രികൾ, എയർപോർട്ടുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലേക്കെല്ലാം ആവശ്യാനുസരണം സർവീസ് നടത്തണം. ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ പോലീസ് സഹായം തേടണമെന്നും സർക്കുലറിൽ നിർദ്ദേശം. RB സനൂപ് വിശദാംശങ്ങൾ നൽകും. സനൂപ്, നാളത്തെ ബസ് സമരത്തെ നേരിടാൻ കെഎസ്ആർടിസിയുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം നീക്കങ്ങൾ? സൈഫുദ്ദീൻ, 24 മണിക്കൂറാണ് സ്വകാര്യ ബസ് ഉടമകൾ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ നേരിടാൻ വേണ്ട തയ്യാറെടുപ്പുകൾ ഇപ്പോൾ KSRTC ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. KSRTCയിലെ മുഴുവൻ യൂണിറ്റ് അധികാരികൾക്കും KSRTC ഓപ്പറേഷൻസ് ഡയറക്ടർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ യൂണിറ്റുകളിൽ ലഭ്യമാക്കിയിട്ടുള്ള മുഴുവൻ ബസ്സുകളും നാളെ സർവീസിന് യോഗ്യമാക്കണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ആശുപത്രികൾ, എയർപോർട്ടുകൾ, അതുപോലെ റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലേക്കെല്ലാം ആവശ്യാനുസരണം സർവീസുകൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുണ്ട്. മെച്ചപ്പെട്ട വരുമാനം ഉറപ്പാക്കുന്ന തരത്തിലും യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്തും വേണം ഇങ്ങനെ സർവീസുകൾ നടത്തേണ്ടത്. യാത്രക്കാരുടെ തിരക്കനുസരിച്ച് അഡീഷണൽ ഷെഡ്യൂളുകളോ ട്രിപ്പുകളോ ക്രമീകരിക്കണം. ഈ ദിവസം ഓപ്പറേറ്റിംഗ് വിഭാഗം ജീവനക്കാരുടെ അവധികൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ബസ്സുകൾ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ക്രമസമാധാന പ്രശ്നം ഈ സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ പോലീസിന്റെ സഹായം തേടി നിയമ നടപടികൾ സ്വീകരിക്കാനും ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി സനൂപ്.